ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. സോ റെഡി അല്ലേ നിങ്ങൾ? യെസ്. ദേ വരുന്നു ചിറ്റപ്പൻ. വന്നില്ലല്ലോ, സമാധാനത്തിൽ ഇരിക്കായിരുന്നു. എന്താ ചിറ്റപ്പ, ഞങ്ങളുടെ ആട്ടുസാധനമൊക്കെ എടുത്തോണ്ട് എങ്ങോട്ടാ പോന്നേ? എടുത്തോണ്ട് പോവല്ല, അത് ഇവിടേക്ക് ഉണ്ടെന്നാ. ഇവിടേക്ക് എന്തിനാ കൊണ്ടുവരാ? അതിന് നാട്ടില് ചുറുചുറുക്കുള്ള പിള്ളേരുണ്ട്. അതറിയാം, ചുറുചുറുക്കുള്ള പിള്ളേരുള്ളതുകൊണ്ടാണല്ലോ ഇവിടെ അടിപൊളി ഗെയിംസ് ഒക്കെ നടക്കുന്നത്. അതെ. ഇത് വേറെ ആവശ്യത്തിനാ. വേറെ ആവശ്യത്തിനോ? ശ്വാസമോളഞ്ഞില്ലേ എന്നും ആ ഫാമിലിനെയൊക്കെ വിളിച്ച് മനപ്പൊരുത്തമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോ ഗെയിമൊക്കെ കളിപ്പിക്കുന്നേ. അതെ. അപ്പൊ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനപ്പൊരുത്തം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഗെയിം കളിക്കാം. അല്ലല്ല, അതൊക്കെ ഓക്കെ. ഗെയിം ഒക്കെ കളിക്കാൻ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഗെയിം ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന പിന്നെ ഇവിടുത്തെ ആങ്കറിങ് ആര് ചെയ്യും? അയ്യേ, അത് ഞങ്ങള് ഇപ്പൊ കാണിച്ചു തരാം. നിസാര കേസല്ലേ. പിന്നെ ആങ്കറിങ് അത്ര നിസ്സാരമൊന്നുമല്ല. നമസ്കാരം. ഹൃദയങ്ങൾ സ്നേഹ കവിതകളിൽ കുറിക്കുന്ന ഒരു മധുര മനോഹര ഇടമാണ് കുടുംബം. അതിൽ സൂപ്പർ കുടുംബങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഷോയാണ് നമ്മുടെ സൂപ്പർ ഫാമിലി. ഇത് ഫാമിലി വെഡിംഗ് സെന്റേഴ്സ് പ്രസന്റ് സൂപ്പർ ഫാമിലി. ഇത്ര അല്ലേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വരണ്ട, ഗെയിമിലേക്ക് കടക്കാം. പക്ഷെ മിയ കൂടി വരണം. മിയ ഓടി വാ. ശരി. ഇനി രണ്ടുപേരും ശ്രദ്ധിക്കണം. ശരി ശരി. എന്റെ കയ്യിൽ കുറച്ച് പ്രോപ്പർട്ടികളുണ്ട്. ഓക്കെ. നിങ്ങൾ രണ്ടുപേരെയും കണ്ണു കെട്ടി ഞാൻ ആ പ്രോപ്പർട്ടീസ് ഇവിടെ ഓരോന്നോരോന്നായിട്ട് വെക്കും. ഓക്കെ. ആ പ്രോപ്പർട്ടികൾ ശ്വാസമോള് തപ്പി നോക്കിയിട്ട് എന്താന്ന് ഒറ്റയടിക്ക് കയറി പറയല്ലേ. അതിന്റെ ക്ലൂ മാത്രം മിയമോൾക്ക് കൊടുക്കണം. പക്ഷെ കൊടുക്കുന്ന ക്ലൂ വ്യക്തമായിട്ട് മനസ്സിലാവണം. ഒറ്റയടിക്ക് ആ പ്രോപ്പർട്ടിയുടെ പേരും പറയരുത്. ഇല്ല. എത്ര ക്ലൂ കൊടുക്കാം? 5 ക്ലൂ വരെ കൊടുക്കാം. 5 ക്ലൂ വരെ കൊടുക്കാം. ഓക്കെ. ശരി. ഒരെണ്ണം ഒറ്റ തവണ പറയാൻ പറ്റത്തുള്ളൂ. ഉത്തരം ഒരെണ്ണേ പറയാൻ പാടുള്ളൂ. അപ്പൊ എന്റെ പൊരുത്തം ഒന്ന് കാണണമല്ലോ. എന്റെ 5 ക്ലൂ കേൾക്കണം, എന്നിട്ട് ഒരു ഉത്തരം പറയണം. ചാടി ചാടി കേറി പറഞ്ഞ ചിറ്റപ്പൻ തല്ലും. ഒരൊറ്റ ആൻസറേ പറയാൻ പറ്റുള്ളൂ. ഓ ശരി ശരി. മിയമോള് ആൻസർ പറഞ്ഞാൽ മിയക്ക് ഒരു പോയിന്റ്, പറഞ്ഞില്ലെങ്കിൽ ശ്വാസമോൾക്ക് ഒരു പോയിന്റ്. സമ്മാനമുണ്ട്, വമ്പിച്ച സമ്മാനങ്ങളാണ്. നമുക്കപ്പോ ഗെയിമിലേക്ക് കടന്നാലോ? യെസ്, കടക്കാം. ഇത് ഞങ്ങൾ കണ്ണു മൂടണം അല്ലേ? അതെ. പ്രോപ്പർട്ടി റെഡി ആയിട്ടുണ്ട്. ശ്വാസിക മോൾ ഇതിന് നീങ്ങിയേക്കൂ. അതെ. ഓക്കെ ഓക്കെ. ഇതാണോ? തിരിച്ചറിയണം. എന്താന്ന് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? ആദ്യത്തെ ക്ലൂ കൊടുത്തോളൂ. എല്ലാ വീടുകളിലെയും അടുക്കളകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. എല്ലാ വീടുകളുടെ അടുക്കളയിൽ ഉണ്ടാവും. കിട്ടിയോ? ആലോചിച്ച് വെച്ചോ. ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇതിന് കുറച്ചൊരു ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ സാധനം ഉപയോഗിക്കും, ശബ്ദം കേൾക്കും. ശരിയാ ശരിയാ, ശബ്ദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അടുക്കളയിൽ ഉപയോഗിക്കും. ഇത് കേൾക്കുമ്പോ ശബ്ദം ഉണ്ടാക്കും. കുറച്ചുകൂടെ എളുപ്പമുള്ളത് കുറച്ച് ലോ ലെവലിൽ ചിന്തിക്കും. അതായത് വെറും 2 അക്ഷരങ്ങൾ മാത്രമുള്ളൊരു വാക്കാണ്. ഇതിന്റെ വസ്തു, ഈ വസ്തുവിന്റെ പേര് കിട്ടിയോ? 2 അക്ഷരം മാത്രമേ ഉള്ളൂ ഈ വസ്തു. നമ്മള് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കുമ്പോ ഇതില്ലാതെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ചിറ്റപ്പ, എന്റെ മുഖത്തേക്ക് നോക്കിക്കേ ചിറ്റപ്പ. എവിടെ ചിറ്റപ്പൻ? എവിടെ? ഇവിടെ ഇങ്ങോട്ട് ചിറ്റപ്പ നോക്കി, ഞാൻ പറയണ ശരിയാ. പഞ്ഞളം കാണിക്കുന്നു. അല്ല ചിറ്റപ്പ, ചിറ്റപ്പേ ആഹാരം ഉണ്ടാക്കുമ്പോ ഇതില്ലാതെ പറ്റില്ല. സഹായിക്കാൻ പറ്റത്തില്ല. ആഹാരം എന്തൊരു ചിറ്റപ്പൻ ചിറ്റപ്പ. ഇനി ഒരു ക്ലൂ പറയട്ടെ. ഒരു ക്ലൂവും കൂടെ ഉണ്ട്. അതായത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം ഇതില്ലാതെ എടുക്കാൻ പറ്റില്ല. തവി.
1-1. അടുത്ത ഗെയിമിലേക്ക് പോവാം. പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്. ആവേശത്തിലാണ് ഞാൻ. ആസിയ മോൾക്ക് തൊട്ട് നോക്കാം. 1 2 3 4. ഓ കിട്ടിയോ? ഇവൻ അവൻ കിട്ടിയോ? ആ ഇവൻ എന്ന് പറഞ്ഞാൽ ഇത് തൂങ്ങിക്കിടക്കും. കറക്റ്റ് ക്ലൂ കിട്ടിയിരിക്കുകയാണ്. കറക്റ്റ് ക്ലൂ. ചിന്തിക്കൂ, നന്നായി ഇത് ചിന്തിക്കൂ. ഇത് തൂങ്ങിക്കിടക്കുന്ന ഒരു മാത്രം മതി. വസ്തുവാണ്. നന്നായി ചിന്തിക്കൂ. പിന്നെ കിട്ടിയ മിയ മോൾക്ക് ഞാൻ ഇങ്ങനെ ഊഹിക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ clue. ഇത് രണ്ടാമത്തെ ക്ലൂ എന്ന് പറഞ്ഞാൽ ഇത് ചെറുതും വലുതും പല നിറത്തിലും ഒക്കെ ഉണ്ട്. വ്യക്തമായ ക്ലൂ കിട്ടിയിരിക്കുകയാണ്. ഐഡിയ ഉണ്ടെങ്കിൽ പിടിച്ചോണം. പിടിച്ചോ. ആ, അടുത്ത ക്ലൂ കൊടുത്തോളൂ. മൂന്നാമത്തെ ക്ലൂ എന്ന് പറഞ്ഞാൽ സദ്യക്ക് ഇതില്ലാതെ പറ്റത്തില്ല. അതെ. മിയ മോൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അടുത്ത ക്ലൂവിലേക്ക് പോവാം. എനിക്ക് പല നിറത്തിലൊക്കെയാണ് സംശയം. ഇതിന് പല നിറമുണ്ട് മോളെ. അല്ല മിയെ, അതായത് ഒരുപാട് ഈ സംഭവം ഉപയോഗിച്ചിട്ട് ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. അതെ. എന്തോ കുഴപ്പമുണ്ടല്ലോ. കിട്ടിയോ? എന്താ മോളെ കിട്ടിയില്ലേ? നമ്മുടെ കുടുംബത്തിന് അപമാനങ്ങളല്ലേ? അപമാനം കളയുന്നു. ഓക്കെ, അല്ല ഒരു ക്ലൂ കൂടി ഉണ്ട്. ഒരു ക്ലൂ കൂടി ഉണ്ട്. ആ ലാസ്റ്റ് ക്ലൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കും ചിറ്റപ്പ? ഇത് കിളികൾക്ക് ഇഷ്ടാണ്. ചെറുതായിട്ടൊക്കെ കിട്ടി. ആ ആ ആ ഇനി ക്ലൂ ഉണ്ടോ അതോ ഇല്ലേ? കഴിഞ്ഞോ? ഒരു ക്ലൂ കൂടി തരാം. ഒരു ക്ലൂ കൂടി തരാം. അല്ല കൊടുക്കാം. ഒരു ക്ലൂ കൂടി കൊടുക്കാം. എന്താന്ന് അതെനിക്ക് ഇപ്പൊ വന്നു മനസ്സിലായി. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതായത് ആൾക്കാര് പറയും, നീ എന്താണ് ഇങ്ങനെ ഒരു ഇതായിപ്പോയെ? ആ ഇതായിപ്പോയെന്നുള്ളതിന്റെ പേരാണ് ഇത്. നീ എന്താടി മീയ ഇങ്ങനെ ഒരു ഇതായിപ്പോയെ? മനസ്സിലായോ? ഓക്കെ. കിട്ടിയിട്ടുണ്ട്. പറഞ്ഞോ. എനിക്ക് 2 ഉത്തരങ്ങളുണ്ട്. അതിൽ ഏതാണ്? 2 ഉത്തരം പറ്റില്ല. ഒറ്റ ഉത്തരം. കേൾക്കാം. ആദ്യത്തെ ഒരു ഉത്തരം. നീ എന്താ ഇങ്ങനെ ഒരു പഴമായി പോയത്? അതല്ലേ? ഇങ്ങോട്ട്. പക്ഷെ ഞാൻ എന്നാലും ഇങ്ങനെ ഒരു പഴമായി പോയല്ലോ. അത് കൊടുക്കണ്ടായിരുന്നു ആറാമത്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഇപ്പൊ കൈവെക്കല്ലേ. സിമ്പിൾ സാധനമാണ്. ഞാൻ വെക്കുവാണ്. ഇതോ അത് തന്നെ കണ്ടുപിടി. പൊളി സാധനമാ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചോണ്ടല്ലോ. ഭയങ്കര നീളമാ. അയ്യേ, ഇതെന്താണ്? സാധനം താഴെ കളയല്ലെന്ന്. എന്താണത്? പിടിച്ച് ശരിക്കും മറ്റേ ഇത് അത് പറഞ്ഞ പിന്നെ ഞാൻ കേക്കില്ലേ? അതന്നെ ഒരു ഫസ്റ്റ് ക്ലൂ. ഇതിന് ഇങ്ങനെ ഇപ്പൊ ക്ലൂ കൊടുക്ക. ഇതിന്റെ ഇത് പേടിപ്പിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് പേടിയാണ്. ഇതിനെ കണ്ടാ നമുക്ക് പേടിയാ. പേടിക്കും നമ്മള്. പിന്നെ ഇതിന് എത്ര തവണ മുണ്ടുമൊക്കെ ഓടിയിരിക്കുന്നു. അതെ, മുണ്ടുമൊക്കെ ഓടി കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, ചിറ്റപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഇതാവാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഞാനും മീയയും കൂടി ഇടയ്ക്ക് പറയാറുണ്ട്. നമ്മുടെ ചിറ്റപ്പൻ വഷളനാണ്. ഒരു സമയം കഴിഞ്ഞാൽ ചിറ്റപ്പൻ ഇതാവും. വല്ലപ്പോഴും നമ്മൾ പറയാറുണ്ട്. മനസ്സിലായോ? ഇനി ഒരു ഇനി ഒരു ക്ലൂ. അവസാനത്തെ ക്ലൂ. ഇതിന് കാലുകളില്ല. Can you understand? യെസ്. എനിക്ക് ചിറ്റപ്പൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കിട്ടി. കാലും കൂടെ ഇല്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് ഏകദേശം ഓർപ്പിക്കാന്ന് തോന്നുന്നു. പാമ്പ്. ചിറ്റപ്പൻ അടിച്ച് അപ്പൊ മിയ ബോൾക്ക് 3 പോയിന്റ്. ഇനി അടുത്ത വേഗം കൊടുക്ക്. ഇത് വാശിയേറെ മത്സരങ്ങൾ. ആരെങ്കിലും ഒരു തോക്കോ ജയിക്കോ എന്തെങ്കിലും ചെയ്യോ? ആയിട്ടുണ്ട്. ഞാൻ വേണ്ട. മിയ മോളെ വാ. കിട്ടിയോ? കൊടുത്തോ. മാന്യന്മാരും വൃത്തിയുള്ളവരും ഒക്കെ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കും. മാന്യന്മാരും വൃത്തിയുള്ളവരും. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. മാന്യന്മാരും വൃത്തിയുള്ളവരും എല്ലാരും ഉപയോഗിക്കും. ശരി. ഇത് പല നിറത്തിലും സൈസിലും ഒക്കെ ഉണ്ട്. എനിക്കൊരു ചോമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. പല നിറത്തിലും സൈസിലുമുണ്ട്. അവനവന്റേത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. മറ്റൊരാളുടേത് ഉപയോഗിക്കാൻ ആരും താല്പര്യപ്പെടാറില്ല. ഞാനിടയ്ക്ക് വേറെ ആളുടെ മാറി ഉപയോഗിച്ചായിരുന്നു. ഈ ടൂറൊക്കെ പോകുമ്പോഴേ
പല ഞാൻ നിറത്തിലുണ്ട്. ഒരു ക്ലൂ എക്സ്ട്രാ തന്നില്ല, ഒരെണ്ണം എക്സ്ട്രാ താ. പറ്റത്തില്ല, എന്താണ് ചിറ്റപ്പ? പറ്റത്തില്ല. ഇല്ല പറ്റില്ല, ഒരെണ്ണം പറ്റില്ല. നമ്മുടെ ശ്വാസമല്ലേ? പിന്നെ പല പല കമ്പനികളുടെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അത് ചിറ്റപ്പ ഇനി ക്ലൂ കൊടുക്കുന്ന ഇല്ല. ചിറ്റപ്പ ഒന്ന് മതിയോ? ചിറ്റപ്പ ഒന്ന് വരുമോ? ചിറ്റപ്പ എന്തുവാ എന്റെ ചെവിയിലൊന്ന് പറഞ്ഞു. എന്റെ പൊന്നെ എന്തൊക്കെയാ മനസ്സില്? അയ്യേ ശ്വാസം പോലെ ഇത് ശരി. ഒരു ക്ലൂ കൂടെ തരാം. അറിയാമെന്ന് വിളിച്ച് പറഞ്ഞോ. ഇപ്പൊ പറഞ്ഞ ഒന്ന് ചെവി ഒന്ന് പറഞ്ഞേ. അണ്ടർവെയർ. ഈ പ്രോപ്പർട്ടി അടിച്ച് അണ്ടർവെയർ ഒന്ന് എവിടെയാ? ഭയങ്കര ഓരോരുത്തരുടെ മനസ്സിലേ. അണ്ടർവെയർ എവിടെയാ? നീ ഒന്ന് കണ്ടേ. ഇതാണ് ചിറ്റപ്പ സഹായിക്ക്. ഇയാൾ കാണട്ടെ. അയ്യോ. എന്റെ എന്തൊക്കെയാ ഈ മനസ്സിൽ വെച്ചിരിക്കുന്നെ? എന്റെ മനസ്സിൽ ആദ്യം അത് വന്നതായിരുന്നു. പക്ഷെ എന്റെ ക്ലൂവിന്റെ ഇടയിൽ ഒന്ന് വഴി തെറ്റിപ്പോയി ഞാൻ. അതാണ് അങ്ങനെ പറ്റിയത്. മിയയുടെ ക്ലൂവിന്റെ പ്രശ്നമാണ്, എന്റെ അല്ല. അല്ല, 3 പറ്റുള്ളൂ. അതുകൊണ്ടാ ഓക്കേ. ഞാൻ പറഞ്ഞു കണ്ണാടി ഉള്ളവര്. കണ്ണാടി കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. കഴിഞ്ഞോ? അയ്യോ, എന്റെ മനസ്സിൽ ആദ്യം ബ്രഷാ വന്നത്. പിന്നെ ചിറ്റപ്പനാണ് പറഞ്ഞത് ഇങ്ങനെ എന്റെ ബ്രാൻഡുകൾ. പല ബ്രാൻഡിൽ ഇത് ആ ഇറങ്ങുന്നു. ബ്രാൻഡ് തൊട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി മറ്റേ പിന്നെ ഒരാൾ ഉപയോഗിച്ച മറ്റേ ആൾ ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല. എന്നൊക്കെ പറഞ്ഞപ്പോൾ പള്ളി വീട് അയലസ എന്റെ മനസ്സറിയാതെ പല ബ്രാൻഡിലുള്ളത് മാത്രമല്ലല്ലോ ഉള്ളത്. അറിയാതെ ഒന്ന് വഴി തെറ്റിപ്പോയി. അതെ, ക്ഷമിക്കണം. പക്ഷെ ഞങ്ങളുടെ മനപ്പൊരുത്തം കറക്റ്റ് ആണ്. അതെ അതെ, ഇത്രയും ഞങ്ങള് കറക്റ്റ് ആക്കി പറഞ്ഞതാ. അതില് നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്തായാലും ആങ്കറിങ് നിങ്ങൾ ഇത് തന്നെയാ നല്ലത്. അതാർക്കാ സംശയം? ഞങ്ങളെ കൊണ്ട് നടക്കുന്ന പണിയൊന്നും അല്ല. ഓ എനിക്ക് ഇപ്പോഴെങ്കിലും ഒരു അഭിമാനം ഉണ്ട്. ഇത് എന്റെ കുടുംബത്തിൽ ഉള്ള ഒരു കൊച്ചാന്ന് ഇപ്പോഴെങ്കിലും പറയാൻ ഒരു അഭിമാനം ഉണ്ടായല്ലോ. അയ്യോ ഭയങ്കര പണിയാ. അതെ, ഓ, ഞങ്ങളെ കൊണ്ട് നടക്കത്തൊന്നും ഇല്ല. അപ്പൊ ഞാനോ വേറെ കുടുംബത്തിലാണോ? അയ്യോ അങ്ങനെയല്ല, നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബം ഒരൊറ്റ കുടുംബം. അപ്പൊ ശരി. ഫാമിലി. അപ്പൊ സൂപ്പർ ശരി. കുടുംബം. ആ അതെ അതെ.